ഇന്ന് നമുക്ക് ഇത്തിരി ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: 4 തേങ്ങ തിരികിയതാണിത്, ചുവന്നുള്ളി 1/2 കിലോ ചുവന്നുള്ളി ഉണ്ട്, കുരുമുളക്, പുളി ആവശ്യത്തിന്, വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇഞ്ചി, ഉഴുന്ന് പരിപ്പും കുരുമുളകും വറുത്ത് വേറെ എടുക്കും. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, ഇത്തിരി കായം, മുളക് പൊടി ആവശ്യത്തിന്. ഇന്ന് ഞാനൊരു 10-12 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്തിട്ട് പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. പിന്നെ കറിവേപ്പില. പിന്നെ ഇതിനകത്ത് എൻ്റെ അമ്മ പണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്നത്, ഇത് നമുക്കില്ലാത്തതുകൊണ്ട് കുറച്ചേ ഉള്ളൂ, ഒരു 3-4 ചെറുനാരകത്തിൻ്റെ ഇല ഇത് അമ്മ ചേർക്കുമായിരുന്നു പണ്ട്. ഇവിടെങ്ങും ഇല്ല. ഇപ്പം ഒരു നാരകം തന്നെ കിളിച്ച് അതിൽ നിന്ന് 3-4 ഇല കിട്ടി. അതുകൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അമ്മ ഇങ്ങനെ ഇടും. അപ്പോൾ നമുക്കിത് തേങ്ങ വറക്കാൻ തുടങ്ങും. അടുപ്പ് കത്തിച്ച് തേങ്ങ അങ്ങിടാം. ഇത് 4 ഒരു മീഡിയം തേങ്ങ തിരികിയതാണ്. ഇതിനകത്തോട്ട് ഈ ഉള്ളി ഇടങ്ങ് നോക്കുക. ചെറിയ ഉള്ളിയാണേ. ഉള്ളി എത്രയും ഇടുന്നോ അത്രയും പൊടി കുഴയാതെ കിട്ടും. കറിവേപ്പില അതിനകത്തങ്ങിടും. ഇത് നാടൻ കറിവേപ്പിലയാണ്. കറിവേപ്പില ഇഷ്ടം പോലെ ചേർക്കാം. പിന്നെ അളവൊന്നുമില്ല, കുറച്ചേറെ ഇടും. നാരകത്തലയുടെ മുറിച്ചതിലോട്ടങ്ങ് ഇടുവാണ്. ഇതിൻ്റെ ഒരു മണമൊക്കെ വരുമ്പോൾ നല്ലതാണെന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതൊക്കെ അമ്മയുടെ സ്പെഷ്യൽ ഇതാണ്. നമുക്കിവിടെ നാരകമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം തന്നെ വിളിച്ച് ഒരു നാരകം അതിലൊരു 3-4 ഇല ഉണ്ടായിരുന്നു, അതിങ്ങനെ പിച്ചിയെടുക്കുകയും ചെയ്തു. ഈ മുളക് കൂടി ഇതിനകത്ത് മുറിച്ചങ്ങ് ഇടുവാണ്. നല്ല എളുപ്പം മൂക്കത്തുള്ളൂ. അത് കാശ്മീരി മുളകാണ്. ഒരു 10-12 എണ്ണം ഉണ്ട്. അതിൻ്റെ ബാക്കി മുളക് പൊടി ചേർക്കും. പിന്നെ കുരുമുളക് വരും. എല്ലാം കൂടെ വരുമ്പോൾ എരി ആവശ്യത്തിനാവും. വെളുത്തുള്ളി കൂടെ ചേർക്കാണ്. വെളുത്തുള്ളി ഇടുവാണ്. ഇഞ്ചി എല്ലാം ഒന്ന് മൂത്ത് വരേണ്ടതായതുകൊണ്ട് നേരത്തെ ഇടുന്നു. നല്ലൊരു മണമൊക്കെ ഉണ്ട് കറിവേപ്പിലയുടെ, ഇഞ്ചിയുടെ, നാരകത്തലയുടെ കൂടെ നല്ലൊരു മണം. ഇത് കായം കൂടി ഇതിലോട്ടങ്ങുണ്ട്. ഇതൊന്ന് മൂത്ത് മുളക് പൊടി ഇടാൻ പോവാണേ. മുളക് പൊടി അങ്ങനെ കണക്കൊന്നും എനിക്ക് പറയാൻ അറിയില്ല, കുറച്ചങ്ങിടും എരിവിന്. ഇതിൻ്റെ കൂടെ പിന്നെ കുരുമുളക് കൂടെ പൊടിച്ച് ചേർക്കും. ഇപ്പോൾ ഒരു 3 മറ്റേ മുളക് പൊടി കൂടെ ഉള്ളതുകൊണ്ട് എരിവിൻ്റെ അറിയില്ല. ഞാൻ തീ കുറച്ചിട്ടെന്ന് അതിൻ്റെ കൂടെ നമുക്ക് ആ പുളിയൂടെ പിച്ചിടാം. അതും ആവശ്യത്തിന്, പുളിയുടെ ആവശ്യം അനുസരിച്ച്. ചിലർക്ക് പുളി കുറച്ച് മതി, ചിലർക്ക് നല്ല പോലെ വേണം. ഉപ്പും പുളി എരിവും അവരവരുടെ ആവശ്യം അനുസരിച്ച് ചേർക്കുക. നമുക്കിത്തിരി എരിവൊക്കെ കുറച്ച് മതി.
ഈ ഉഴുന്നും കുരുമുളകും കൂടെ വേറെ അങ്ങ് വറുത്ത് പിടിക്കും. എന്നിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യും. ഇതൊന്ന് വറുത്തെടുത്ത് ഉഴുന്നൊക്കെ നല്ല ബ്രൗൺ കളറായി വന്ന് ഇത് ചുമപ്പ് കളർ വരുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യുക. ഇത്തിരി കിടന്നാൽ കറുത്ത് പോകും. അപ്പോൾ ഓഫ് ചെയ്ത് ഇതിന് മാറ്റി വേറെ ഒരു പാത്രത്തിലിട്ടില്ല. ഇതുമെല്ലാം മൂത്ത് ഇതിനെ ഓഫ് ചെയ്തിടുകയാണ്. തണുക്കുമ്പം പൊടിച്ചെടുക്കാം. തണുത്ത് വരുന്നവരെ അടുപ്പ് ഓഫ് ചെയ്തിടാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അടിയിൽ കിടന്ന് കരിയാതിരിക്കാൻ വേണ്ടി. ഇത് തണുത്തു. ഇതിനെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരട്ടെ. മിക്സിയിലിട്ട് നല്ലപോലെ പൊടിഞ്ഞു. അതിനെ അതിലോട്ടിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ കുറച്ച് അങ്ങ് ഇടുവാണേ. പിന്നെ ഉപ്പ്, കുരുമുളക് ഉഴുന്നും കൂടെ പൊടിച്ചതുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ നല്ലപോലെ പൊടിച്ചെടുക്കാം. എരിവൊക്കെ നല്ലപോലെ കാണും. കുരുമുളകിൻ്റെ മണമൊക്കെ വരുന്നു. കുറേശ്ശായിട്ട് പൊടിക്കാനേ പറ്റേ. ഒരു ട്രിപ്പും 2 ട്രിപ്പും ഒന്നും പൊടിക്കാൻ പറ്റില്ല. ഇല്ല, ചമ്മന്തിപ്പൊടി എല്ലാ തേങ്ങയും പൊടിച്ച് കഴിഞ്ഞു. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി. ചോറിൻ്റെ കൂടോ ചിലർ ദോശയ്ക്കോ ഇഡലിക്കോ ഒക്കെ കഴിക്കുന്നവരുണ്ട്. എങ്ങനെ വേണേൽ കഴിക്കാം. നല്ല സൂപ്പർ ചമ്മന്തിപ്പൊടിയാണ്. നിങ്ങളും എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നല്ല ഉപ്പും പുളിയും എരിവും. 4 തേങ്ങയ്ക്ക് പൊടിച്ചതാണ്. ഇത്രയും ചമ്മന്തിപ്പൊടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ മോള് പോവുകയാണ്, അതിന് വേണ്ടി പൊടിച്ചതാണ്. ഈ ടിന്നിൽ ഇത്രയും ചമ്മന്തിപ്പൊടിയുണ്ട്.